കവളപ്പാറ ദുരന്തമുണ്ടായി 5 വർഷത്തിനിപ്പുറം സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ഒരു ഗ്രാമം ഏത് ദുരന്തത്തെയും അതിജീവിക്കുവാൻ, പ്രതിരോധിക്കുവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുൻപിൽ കാണുന്ന ഈ ഡ്രോണും ഇനി നമ്മൾ കാണാൻ പോകുന്ന വയർലെസ് സെറ്റുകളൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനിയൊരു പ്രകൃതി ദുരന്തമുണ്ടായാൽ അതിൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ജീവൻ പൊലിയാതിരിക്കാൻ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയവരുടെ അടുത്ത് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ, ഇതിനൊക്കെ ഈ നാട് സ്വയം പര്യാപ്തമാവുകയാണ്. കവളപ്പാറ കൂട്ടായ്മ തന്നെയാണ്, ആശ്രയ എന്ന പേരിലൊരു കൂട്ടായ്മയാണ് ഈ ഒരു സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നത്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് രാജേഷ് ഡൊമിനിക്കാണ്. രാജേഷിനെ പറ്റി നമുക്ക് അറിയാം. കവളപ്പാറ ദുരന്തമുണ്ടായപ്പോൾ ഈ ഒരു മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തോടും NDRFനും ഒക്കെ ഒപ്പം നിന്ന വ്യക്തിയാണ്. ഈ ഒരു മേഖലയുടെ മാപ്പ് വരച്ച് ഓരോ വീടുകൾ എവിടെയുണ്ടെന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് അദ്ദേഹവും അടക്കമുള്ളവർ നൽകിയ നിർദ്ദേശങ്ങളാണ് 48 മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സഹായകമായത്. അപ്പോൾ അവരാണ് ഇനി ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ വേണ്ടി സ്വയം സജ്ജരാകുന്നത്, സ്വയം പര്യാപ്തരാകുന്നത്. രാജേഷേട്ടാ, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത്? ഞങ്ങൾക്ക് കവളപ്പാറ ദുരന്തത്തിൽ നേരിട്ട പ്രശ്നം എന്ന് വെച്ചാൽ ലൈറ്റും നമുക്ക് വിളിച്ചറിയിക്കാനുള്ള സംവിധാനങ്ങൾ, അതായത് ആരൊക്കെ എവിടെയൊക്കെ പെട്ടിരിക്കുന്നു എന്നറിയാനുള്ള സംവിധാനങ്ങൾ ഇല്ലാണ്ടായിപ്പോയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ അവിടെ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്ത് ലൈറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ലൈറ്റ് ഉണ്ടാക്കി അത് ഇപ്രാവശ്യം ഞങ്ങൾ 3 ദിവസത്തേക്ക് നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും അതിനുള്ള ബാറ്ററികളും ബാക്കപ്പുകളും അതിനുള്ള ലൈറ്റ് സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ. അതേപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഈ കണക്ഷൻ മൊബൈൽ കണക്ടിവിറ്റി ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ ഈ ഭാഗത്ത് എങ്ങനെ ബന്ധപ്പെടാമെന്ന് കണ്ടെത്തിക്കൊണ്ട് ആ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കി. അതായത് മൊബൈൽ ഇനി എനി കേസ് നമുക്ക് മൊബൈലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന 3 കിലോമീറ്റർ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് വേണ്ടപ്പെട്ട രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ രക്ഷപ്പെടുത്താനും അവരെ അറിയിക്കാനും എന്താണ് സംഭവിക്കുന്നത് അറിയിക്കാനും ഞങ്ങൾക്ക് കഴിയും. ഇപ്രാവശ്യം നമ്മൾ ഇതിൽ പുഴയിൽ നിന്ന് വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഈ വയർലെസ് ആയിട്ട് അവിടെ പോയിരുന്നു. എനി കേസ് നമുക്ക് മൊബൈലിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വയർലെസ് ആയിട്ട് അറിയാം. ഇതിൻ്റെ ഒരു മെച്ചം വയർലെസിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ 16 18 വയർലെസ് സെറ്റ് അല്ലെങ്കിൽ ഒരു 20 വയർലെസ് സെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരാൾ കൊടുക്കുന്ന വോയിസ് 20 പേർക്ക് ഒരേ സമയം കേൾക്കാൻ കഴിയും. മൊബൈൽ നമുക്ക് ഒരാളായിട്ട് ബന്ധപ്പെടാൻ കഴിയുള്ളൂ. മറ്റേത് 20 പേർക്ക് ഒരേപോലെ നിന്ന് വർക്ക് ചെയ്യാൻ കഴിയും. ഇപ്രാവശ്യം ഞങ്ങൾ ഈ ചൂരൽമലയിൽ നിന്നുണ്ടായ ബോഡി കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് മുണ്ടേരി ഫാമിൽ നിന്ന് മോൾ ഭാഗത്തേക്ക് പോയ ഭാഗത്തേക്ക് ഒന്നും മൊബൈൽ റേഞ്ച് ഇല്ല. അവിടെ ഞങ്ങളുടെ കൂട്ടാളികൾ ഞങ്ങളാണ് ഏറ്റവും ടോപ്പിൽ പോയിട്ട് രക്ഷാപ്രവർത്തനം ആദ്യ സമയങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും പിന്നീട് നമുക്ക് ബോഡി കളക്ട് ചെയ്യാൻ പോയത് മുഴുവൻ ഞങ്ങൾക്ക് അതിന് വേഗതയിൽ എത്താൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾക്ക് സഹായിച്ചത് ഞങ്ങളുടെ ഈ വയർലെസ് സെറ്റാണ്. കാരണം വെച്ചാൽ ഞങ്ങളുടെ ആൾക്കാരൊന്നും മിസ് ചെയ്യാണ്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനും ഈ രണ്ട് പേർക്ക് ഓരോ മൊബൈൽ സെറ്റുകൾ കൊടുക്കുകയും അവരെ കണ്ടെത്തുന്ന കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളെല്ലാ ഗ്രൂപ്പിൽ അറിയിക്കുകയും അത് എങ്ങോട്ടാണ് നീക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എവിടേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോഡികൾ കൂടുതൽ കളക്ട് ചെയ്യാനും അതേപോലെ മറ്റുള്ള ഹെലികോപ്റ്ററിൽ പിക്ക് ചെയ്യാനൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ഗ്രാമങ്ങളിൽ കേരളത്തിലെ ഓരോ ഗ്രാമവും അതിനനുസരിച്ച് നമ്മൾ സ്വയം പ്രതികരിക്കണം. കാരണം നമുക്കറിയാം ഒരു ഗവൺമെൻറ് സംവിധാനം ആക്റ്റീവ് ആണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആക്റ്റീവായത് 12 മണിക്കൂറിന് ശേഷമാണ്. അതായത് ഒരു അറിയിപ്പ് കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് 12 മണിക്കൂർ സമയമെടുത്തു. ഇനി ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് വരില്ല. കാരണം ഞങ്ങൾ ഉണ്ടായ സമയത്തിന് ഞങ്ങൾക്ക് ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയം ഇപ്പോൾ ഹാം റേഡിയോ വരെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. ഇതിന് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്? എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? ഇതിന് 5 കിലോമീറ്റർ താഴെയുള്ള മൊബൈൽ വാക്കി ടോക്കുകൾക്കോ അല്ലെങ്കിൽ വയർലെസ് സെറ്റുകൾക്കോ നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല. അത് നമ്മളൊരു ഗ്രാമത്തിലെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആശ്രയ ഗ്രൂപ്പ് തുടങ്ങിയ ശേഷം അതിനകത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മെറ്റീരിയൽസ് നമുക്ക് ജനങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിന് ആശ്രയിക്കേണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ ആഡ് ചെയ്തിട്ടു. ഇത് മാത്രമല്ല, ഞങ്ങളെ ഉപകരണങ്ങൾ, മെഷീനറികൾ, എല്ലാ സാധനവും അതിനുശേഷം ഞങ്ങൾ പിക്ക് ചെയ്ത് വെച്ചു. മരം മുറിക്കാനുള്ള മെഷീൻസ്, കുഴിയെടുക്കാനുള്ള മെഷീൻസ്, ഡിപ്പ് ചെയ്യാനുള്ള മെഷീൻസ്, ഇതെല്ലാം പല മെഷീനറീസ് നമുക്ക് ആ സ്പാം വഴി നമുക്ക് സബ്സിഡിയോട് ലഭിച്ചു. ബാക്കിയുള്ളത് ഞങ്ങൾ പൈസ സ്വരൂപിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് ചിലവ് വന്നു. ഏകദേശം ഒരു 10-18 ലക്ഷം രൂപ അടുത്ത് ഞങ്ങൾക്ക് ചിലവ് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് സ്പാമിൽ സബ്സിഡി ആയിട്ട് കുറേ കിട്ടി. പിന്നെ ഞങ്ങളുടെ മെമ്പർ ദിലീപ് എന്ന് പറഞ്ഞ മെമ്പറുണ്ട്, നല്ല രീതിയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, പൈസ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്, മറ്റുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, മെമ്പർ തന്നെയാണ് ഈ സ്വയംസേവക ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത്, ഞാൻ സെക്രട്ടറി ആയിരിക്കുന്നു, ബാക്കിയുള്ളവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏകീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നു. 14 പോയിന്റിൽ നിന്ന് അറ്റ് എ ടൈമിൽ നമുക്ക് അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അറിയാനും കഴിയും.
ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾക്ക് അവിടെ ഫസ്റ്റ് ടൂറിൽ അന്ന് പൊട്ടിയ സമയത്ത് നമുക്ക് ഈ വീടിൻ്റെ താഴെ ഭാഗത്തുള്ള ആൾക്കാരെ നമ്മൾ ഇന്നുവരെ മാറ്റി പറപ്പിച്ചില്ല. അപ്പോൾ അവർക്ക് ഇൻഫോം ചെയ്യാൻ കഴിഞ്ഞത് നമുക്ക് എന്താണ് അവിടുന്ന് വയർലെസ് ഉപയോഗിച്ച് ഞങ്ങൾ പറഞ്ഞു മുകളിൽ വെള്ളം വരുന്നുണ്ട്. ഇത് ഓരോ മേഖലയിലെ ആൾക്കാർക്ക് കൊടുക്കുമോ? അതെ, ഓരോ മേഖലകൾ ഓരോ 2 കിലോമീറ്റർ ഗ്യാപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കും വീടുകൾ ഒരു 1 കിലോമീറ്റർ ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ ഒപ്പം സഹകരിക്കുന്ന ആൾക്കാരാണ്. പിള്ളേരുടെ യുവാക്കളുണ്ട്, അവർക്കൊക്കെ ഇത് കൊടുത്തേൽപ്പിക്കും. അവർ കൊടുത്തേൽപ്പിച്ചിട്ട് എന്തെങ്കിലും റിസ്ക്കുകളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിലൂടെ വോയിസ് വിടാൻ പറയും. വോയിസ് വിടുന്ന സമയത്ത് നമുക്ക് എല്ലാവരും അറിയും. എനിക്ക് ഒരു പരിധി കഴിഞ്ഞ് വെള്ളം കയറിയ താഴെയുള്ളവരെ നമുക്ക് ആ സെക്കൻഡിൽ മാറ്റാൻ കഴിയും. കാലാവസ്ഥ മാറുമ്പോൾ തന്നെ ഈ വയർലെസ് എല്ലാം സജ്ജമാക്കുന്നു. എല്ലാം സജ്ജമാക്കും. അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞങ്ങൾ വയർലെസ് എല്ലാം സജ്ജമാക്കി എല്ലാം തയ്യാറായി എടുക്കും. ഇനി ഒരു ദുരന്തം ഒരാൾ നഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് എന്ത് വില കൊടുത്ത് ഞങ്ങൾ നേടും. ഈ ഡ്രോണിൽ ലൈറ്റൊക്കെ ഡ്രോണിൽ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒരു സംഭവം ഉണ്ടാക്കാൻ ഡ്രോണിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ ഈ സ്ഥലം മുഴുവൻ ഏരിയ മാപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. എത്ര ഹൈറ്റിൽ പറത്തണം എന്നുള്ളത് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനി കേസ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി ഞങ്ങൾ ആ ഒരു എടുത്തിട്ട് ആ ഒരു GPS ലൊക്കേഷൻ എടുത്ത് ഞങ്ങൾ ഡ്രോൺ പൊന്തിച്ച ശേഷം പറത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഡ്രോൺ അവിടെ പോയി ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ വെളിച്ചം പകർന്നു കൊടുക്കും. അതാണ് എൻ്റെ വെച്ചത്. ഇനി എന്തൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇതിന് പുറമെ ഇനി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന സംവിധാനം? ഇനി നമുക്കിതില്ല റോപ്പ് സംവിധാനങ്ങൾ, അതായത് പെട്ടെന്ന് കടത്തിക്കൊണ്ടുവരാനുള്ള റോപ്പ് സംവിധാനങ്ങൾ, ഡ്രോണിൽ നമുക്ക് അത് ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, പിന്നെ വാഹനങ്ങൾ. ഇപ്പോൾ ഞങ്ങൾക്ക് 3 4 വീൽ ജീപ്പുകളുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം ഈ വില്ലേജ് ഓഫീസേഴ്സിനും പിന്നെ അവർക്കും ഫുള്ള് ഞങ്ങളാണ് വിട്ടുകൊടുത്തത്. ഞങ്ങൾ ജീപ്പുകളാണ് വിട്ടുകൊടുത്തത്. ഏത് നമ്മുടെ ഈ ചലിയാളെ തരയാൻ വേണ്ടിയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ സഹായം ഞങ്ങൾ ചെയ്ത് കൊടുത്തത്. അത് ഇനി കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കാര്യത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് ഓരോ യുദ്ധത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു അതേപോലെ ആ 3 ദിവസം ഞങ്ങൾ നേരിടും. ശരിക്കും പറഞ്ഞാൽ ഏതൊരു കാലാവസ്ഥ വ്യതിയാനമോ അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള സാഹചര്യം വന്നാലും നമ്മൾ നേരിടാൻ സജ്ജമായി. അതെ, തീർച്ചയായും ഞങ്ങൾ നേരിടാം. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ജൂലൈ 15 മുതൽ ആഗസ്റ്റ് 15 വരെയുള്ള ദിവസങ്ങൾ പുറത്തു പോകത്തില്ല. ആ സമയത്ത് ഞങ്ങളിവിടെ ഞങ്ങളുടെ വർക്കുകൾ വരെ ഞങ്ങൾ നിർത്തിയിട്ടേക്കാണ്. അതായത് മറ്റുള്ള വർക്കുകളെല്ലാം നിർത്തിയിട്ടിരിക്കും. ആ സമയത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾ സ്വസ്ഥമായി നിൽക്കും. ഞങ്ങളുടെ ഗ്രാമത്തെ ഞങ്ങൾ രക്ഷിച്ചെടുത്തിരിക്കും. അത് ഞങ്ങളുടെ പ്രതിജ്ഞയാണ്. അതാണ് ഒരു ദുരന്തം പഠിപ്പിച്ച പാഠം. അതിൽ നിന്ന് ഇവർ ഉൾക്കൊണ്ട വിവരങ്ങൾ, അതിനെ പ്രായോഗികമായിട്ട് എങ്ങനെ മറികടക്കാമെന്ന് ഇവർ കണ്ടെത്തിയ മാർഗങ്ങൾ, ഇതൊക്കെ ഈ ഒരു കവളപ്പാറ മോഡൽ മറ്റ് ഇടങ്ങളിലേക്കും പ്രായോഗികമായി നടപ്പാക്കാൻ ശ്രമിക്കാവുന്നതാണ്. അതിന് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ എല്ലായിടത്തും ദുരന്തങ്ങളെ അതിജീവിക്കുവാൻ നമുക്കെല്ലാം തുണയായിരിക്കും. കവളപ്പാറയിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18.